ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പാർട്ട് 3 ആണ് ചെയ്യുന്നത്. റാസ്ബെറിയുടെ പാർട്ട് 1 ചെയ്തു, പാർട്ട് 2 ചെയ്തു, പാർട്ട് 3 ആണ്. അപ്പോൾ ഇത് രണ്ടും കാണാത്തവരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഈ ഒരു പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ MIയുടെ പവർ സപ്ലൈ ആണ്. നല്ല പവർ സപ്ലൈ ആണ്. ഡ്യുവൽ പോർട്ടാണ് വരുന്ന ആ ഒരു രീതിയിലുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് 600 രൂപയാണ്. MI സ്റ്റുഡിയോയിൽ വാങ്ങാൻ കിട്ടും. MIയുടെ ഡയറക്റ്റ് ഷോറൂമിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിയാൽ കിട്ടും. ഇതിൻ്റെ വില 600 രൂപ. പിന്നെ വരുന്നത് ടൈപ്പ് സി കേബിളാണ്. ഈ ഒരു ടൈപ്പ് സി കേബിളിൻ്റെ വില 200 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് MIയുടെ ഷോറൂമിൽ പോയാൽ വാങ്ങിയാൽ കിട്ടും. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോയ്സ് ഇല്ലാത്ത രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതായത് ഓഡിയോ ഔട്ട്പുട്ട് നോയ്സ് വളരെ കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പവർ സപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഞാൻ പവർ സപ്ലൈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ ഒരു രീതിയാണോ, ഓരോ ആൾക്കാർ ഓരോ രീതിയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ ഓക്കെ അതെനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. പവർ സപ്ലൈ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഈ കാണുന്നത് പവർ സപ്ലൈ ആണ്. ഇത് AC സോക്കറ്റിൻ്റെ, അതായത് നമ്മുടെ 240 വോൾട്ട് AC സോക്കറ്റ്, ഇവിടെ 3 പിന്നുള്ള AC സോക്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു AC സോക്കറ്റിൻ്റെ ഡയറക്റ്റ് ബാക്കിൽ ഡയറക്റ്റ് അതിൻ്റെ പിൻ ഔട്ട് വരുന്ന പിന്നുണ്ട്. ആ പിന്നിൽ ഞാൻ ഡയറക്റ്റ് ഇതിനെ കൊണ്ടുവന്ന് സോൾഡറിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സോൾഡറിങ് ചെയ്യുമ്പോൾ വളരെ ജോയിന്റുകൾ വളരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്ന് ഡ്യുവൽ പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഡ്യുവൽ പോർട്ടാണ്. ഈ ഒരു ഡ്യുവൽ പോർട്ടിൽ ഒരു പോർട്ട് ഞാൻ 5 വോൾട്ടിൻ്റെ ഫാൻ, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫാനിന് വേണ്ടി എടുക്കും. പിന്നെ ഉള്ള ഒരു 5 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറിക്ക് വേണ്ടി എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും 2 സപ്ലൈ ആയിട്ടാണ് എടുക്കുന്നത്. രണ്ടും ഒരു ചാർജറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സപ്ലൈ മാറ്റി മാറ്റി എടുത്തിട്ട് നമ്മൾ ഫാനിനും കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്ന ആ ഫാനും, പിന്നെ ഇതിനകത്ത് ചെറിയൊരു റോട്ടറി എൻകോഡറിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കും. കൂടാതെ തന്നെ റാസ്ബെറിക്ക് തനിയായിട്ട് ഒരു 5 വോൾട്ട് റാസ്ബെറിയിൽ കൊടുക്കും. അത് നമ്മൾ വേറെ ഒന്നിനും എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ചാർജറാണ്. MIയുടെ ചാർജറാണ്. 18 വാട്ടിൻ്റെ ചാർജറാണ്. ഡ്യുവൽ ചാർജറാണ് വരുന്നത്. 18 വാട്ടിൻ്റെയാണ് വരുന്നത്. 3 ആംപിയറാണ് വരുന്നത്. ഒരു സൈഡ് 3 ആംപിയർ അങ്ങനെയാണ് വരുന്നത്. അപ്പം നല്ലൊരു ചാർജർ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സ്പെക്കും ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ചാർജറാണ്. ഇതാണ് അതിൻ്റെ കവറ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ പുറകിൽ. ഡ്യുവൽ ഔട്ട്പുട്ട് ആകുമ്പോൾ സിംഗിൾ ഔട്ട്പുട്ട് ആണെങ്കിൽ 3 ആംപിയറും, ഡ്യുവൽ ഔട്ട്പുട്ട് ആകുമ്പം 3.9 ആംപിയറാണ് വരുന്നത്. ഇതിനകത്ത് 3.6 ആംപിയറാണ് വരുന്നത്. അതിൻ്റെ ബാക്കിൽ കറക്റ്റ് സ്പെക്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റാസ്ബെറി വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു 3 ആംപിയർ മതിയാവും. ഡിസ്പ്ലേ കൂടെ വെച്ചാലും 3 ആംപിയർ തന്നെ വരും. ചില ആംപിയർ കുറഞ്ഞ പവർ സപ്ലൈകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അണ്ടർ ഡിറ്റക്ട് വോൾട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിൽ സ്ക്രീനിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ എഴുതി ഒരു സിമ്പിൾ പോലെ വരും. അത് അണ്ടർ ഡിറ്റക്ട് വോൾട്ട് എന്നാണ്. റാസ്ബെറി നമ്മൾ ഫസ്റ്റ് ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് എഴുതി കാണിക്കുക അണ്ടർ ഡിറ്റക്ട് വോൾട്ട് ആണ്. അതായത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ആംപിയർ ഇല്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല 3 ആംപിയർ അടുപ്പിച്ചുള്ള ചാർജർ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഇതിനകത്ത് വരുന്നത് ഫാസ്റ്റ് ചാർജിങ് പോലുള്ള സംവിധാനമുള്ള ചാർജറാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ചാർജർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 12 വോൾട്ട് എന്നും 9 വോൾട്ട് 9 വോൾട്ട് 2 ആംപിയർ, 12 വോൾട്ട് 1.5 ആംപിയർ, 3 വോൾട്ട് 5 വോൾട്ട് 3 ആംപിയർ എന്നൊക്കെ ഇതിനകത്ത് എഴുതിക്കും. പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യം, ഇതിന് റാസ്ബെറിക്ക് 5 വോൾട്ടാണ് വർക്കിംഗ് വോൾട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളത് കൊടുക്കുന്ന സമയത്ത് റാസ്ബെറിയിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചാർജറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ട് സെലക്ട് ചെയ്ത് 5 വോൾട്ട് തന്നെ വരും. അത് നിങ്ങളെ റാസ്ബെറി ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് ആക്കത്തില്ല. കൂടെ തന്നെ റാസ്ബെറിക്കകത്ത് തെർമൽ ഈ ഹീറ്റ് ആവുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ സപ്ലൈ തിരിഞ്ഞു വരുന്നതിനൊക്കെ അനുസരിച്ച് അതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് കുറയ്ക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാസ്ബെറി ഒരു കാരണവശാലും ഇതുപോലെ ചാർജർ കൊടുത്തിട്ട് അടിച്ചു പോകത്തില്ല. നമ്മളാ ഒരു അറിവില്ലായ്മ കാരണം, നമ്മളാ ശ്രദ്ധ കാരണമൊക്കെ ഈ റാസ്ബെറി കംപ്ലൈൻറ്റ്, അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ടായി പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആവും. പിന്നെ ശരിയാക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാർജർ കൊടുത്തെന്ന് പറഞ്ഞത് ഒരിക്കലും ഇപ്പം നമുക്ക് ഈ 100 വാട്ടിൻ്റെ ചാർജറൊക്കെ വരുന്നുണ്ട്. അത് കൊടുത്താൽ ഇത് കംപ്ലൈൻറ്റ് ആവുന്നില്ല. ഞാൻ അത് കൊടുത്ത് ചെക്ക് ചെയ്ത് വെക്കുന്നത് എൻ്റെ റാസ്ബെറിയിൽ എൻ്റെ റിസ്കിൽ അത് അടിച്ചു പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്ത് ചെക്ക് ചെയ്ത് വെക്കും. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പവർ സപ്ലൈ നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോ പ്രോബ്ലം.